ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കണോ അതോ സ്മൂത്തി കുടിച്ചാൽ മതിയോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ സ്മൂത്തി എന്താണെന്നും സ്മൂത്തീനെ കൊണ്ട് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെന്നും സ്മൂത്തീസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബർ നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ, സയന്റിഫിക് സ്റ്റഡീസിന് സ്മൂത്തീസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്, ഇതൊക്കെ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി നമുക്ക് സ്മൂത്തി എന്താണെന്ന് പറയാം. അധികം ആൾക്കാർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, സമയം ഉണ്ടാവില്ല. ഇനി സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കഴിക്കാൻ കുറച്ച് സമയം വേണം. സ്മൂത്തി ആകുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം, എളുപ്പത്തിൽ കുടിക്കാം. പോരാത്തതിന് ന്യൂട്രിയൻറ്റ് റിച്ച് ആണ്. ആവശ്യത്തിന് വൈറ്റമിൻസും മിനറൽസും എനർജി, ഫാറ്റ്, പ്രോട്ടീൻ ഇതെല്ലാം കിട്ടും ചെയ്യും. സ്മൂത്തി എന്ന് പറഞ്ഞാൽ ഒരു സെമി സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ബേസ് ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. അത് വെള്ളത്തിലുണ്ടാക്കാം, പാലിലാവാം. അതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, നട്ട്സ് ആഡ് ചെയ്യാം, സീഡ്സ് ആഡ് ചെയ്യാം, ബട്ടർ ആഡ് ചെയ്യാം, തൈര് ആഡ് ചെയ്യാം, വേ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്യാം. പല തരത്തിൽ നമുക്ക് സ്മൂത്തീസ് ഉണ്ടാക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ച് പല തരത്തിലുള്ള സ്മൂത്തീസ് ഉണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു ബ്ലെൻഡറിലോ മിക്സറിലോ ഇട്ട് 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു സ്മൂത്തി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 1-2 മിനിറ്റ് മതി ഇത് കുടിക്കാനും. ഇത് ഉണ്ടാക്കാനുള്ള എളുപ്പം, കുടിക്കാനുള്ള എളുപ്പം മാത്രമല്ല, പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും സ്മൂത്തിനെ കൊണ്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ചിലതെല്ലാം സയന്റിഫിക്കലി പ്രൂവൺ ആണ്. വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും, ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആ സ്മൂത്തിയിൽ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരമാണ് സ്മൂത്തി കുടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉച്ചവരെ, ലഞ്ചിന് സമയം വരെ നിങ്ങളുടെ വയറ് നിറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. വിശപ്പുണ്ടാവില്ല. നിങ്ങൾ ഫുൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കേണ്ട ഒരു പ്രവണത അത് ഒഴിവാക്കാൻ പറ്റും. അധികം ആൾക്കാർക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെറുതെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് സ്മൂത്തീൻ്റെ രൂപത്തിൽ കഴിക്കുന്ന സമയത്ത് അവർ തന്നെ അറിയാണ്ട് ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവരുടെ ബോഡിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും നട്ട്സിലും സീഡ്സിലും ഒക്കെ അടങ്ങിയത് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. സ്മൂത്തി എന്നുള്ളത് പുതിയൊരു പേര് മാത്രമായിട്ട് കണ്ടാൽ മതി. നമ്മളിതിനു മുമ്പേ കേരളത്തിൽ ഇതിനെ ഷേക്ക് എന്ന് പറയാറുണ്ട്. മാംഗോ ഷേക്ക്, ആപ്പിൾ ഷേക്ക്, ബനാന ഷേക്ക്, അവിൽ മിൽക്ക് ഷേക്ക്. ഇതിൽ വേണമെങ്കിൽ ഗ്രെയിൻസും ആഡ് ചെയ്യാം. നമ്മളുടെ ഇമാജിനേഷനനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്മൂത്തീസ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സ്മൂത്തിയിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണോ അതിനനുസരിച്ച് തന്നെ നമുക്ക് പല തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും, ഉറക്കം നല്ലതാക്കാൻ സാധിക്കും, നമ്മളുടെ റിക്കവറി നല്ലതാക്കാനും, മസിൽ സ്ട്രെങ്ത് കൂട്ടാനും, ഫാറ്റ് ലോസ് വരുത്താനും, കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും, ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യാനും ഡയബറ്റിക് പേഴ്സൺസിനും ഹെൽപ്ഫുൾ ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്. മെന്റൽ എബിലിറ്റീസിനും കോഗ്നിറ്റീവ് പവറും ഇംപ്രൂവ് ചെയ്യാൻ സ്മൂത്തീസ് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തടയാൻ പോലും സ്മൂത്തിയിൽ അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസും ന്യൂട്രിയൻസും സാധിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ടും പറയുന്നത് സ്മൂത്തി അഥവാ ഷേക്കൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു മീലിന് പകരം സ്മൂത്തീസ് ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ അത് കൂടും. അതിനെ ഗ്ലൂക്കോസ് സ്പൈക്ക് എന്നാണ് പറയാറ്. സ്മൂത്തീസ് കുടിച്ചു കഴിഞ്ഞാൽ ഇത്ര തന്നെ ഗ്ലൂക്കോസ് കൂടുകയോ ഇല്ലേ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റഡീനെ കുറിച്ചാണ് എനിക്ക് കാര്യമായിട്ടും പറയാനുള്ളത്. നമ്മൾ എന്ത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം രക്തത്തിലുള്ള ഗ്ലൂക്കോസ് എത്ര പെട്ടെന്ന് കൂടുന്നു അതിനനുസരിച്ച് തന്നെ ഇൻസുലിൻ്റെ ലെവലും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കൂടി വരും. ഇൻസുലിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇൻസുലിൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് അത് വർഷങ്ങൾ കൂടി തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് എത്തുന്നതും. ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങിക്കഴിഞ്ഞാലാണ് പിന്നീട് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങുന്നത്. ഇതിൻ്റെ ഉദാഹരണമാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കൊളസ്ട്രോൾ കൂടുന്നത്, പൊണ്ണത്തടി ഉണ്ടാവുന്നത്, ബ്ലഡ് പ്രഷർ കൂടുന്നതും, പ്രമേഹം തുടങ്ങുന്നതും. ഞാൻ 2 ദിവസം മുമ്പേ പുതിയ ഫഹദ് ഫാസിലിന്റെ പടം കണ്ടു, പാച്ചുവും അത്ഭുത വിളക്കും. ആ സിനിമയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സ്മൂത്തി കുടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഇഡ്ഡലിയും ചപ്പാത്തിയും ഇത്തരത്തിലുള്ള കൺവെൻഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് മാറ്റി നിർത്തി ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനും വർക്കിംഗ് പോപ്പുലേഷനും എല്ലാവരും സ്മൂത്തിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ കൺവീനിയൻസും ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്മൂത്തീസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്തോ മറ്റേതെങ്കിലും സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുകയോ ഇല്ലേ, അത് സാധാരണ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ എത്ര കൂടുന്നോ അത്ര തന്നെയാണോ കൂടുന്നത്, അതിലും കൂടുതൽ കൂടുമോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഈ സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ഡയറ്ററി ഫൈബറിനെ കുറിച്ച് പറയാം. ഡയറ്ററി ഫൈബർ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്, സോളിബിളും ഇൻസോളിബിളും ഉണ്ട്. കാര്യമായിട്ടും ഡയറ്ററി ഫൈബർ അടങ്ങിയിരിക്കുന്നത് ഹോൾ ഗ്രെയിൻസ്, വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെയാണ്. പക്ഷേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഹോൾ ഗ്രെയിൻസും ഒന്നും ആരും കഴിക്കാറില്ല. ഇങ്ങനെ തീരെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും കഴിക്കാത്തവർക്ക് സ്മൂത്തി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈബറിന്റെ കണ്ടന്റ് കിട്ടുന്നുണ്ട്. പക്ഷേ സാധാരണ ഒരു ഫ്രൂട്ട് ജ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്മൂത്തീസിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണെന്ന് തന്നെയാണ് പറയുന്നത്. അതിനേക്കാളും കൂടുതൽ നിങ്ങൾ ആ ഫ്രൂട്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് ഹോൾ ആയിട്ട് കഴിക്കുന്ന സമയത്താണ്. ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് തന്നെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കാൻ പറ്റുന്നും ഇതിനു മുമ്പേ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്താം,
കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാം, പ്രമേഹം കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാൻ സാധിക്കും, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യും. പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് ഡയറ്ററി ഫൈബറിനെ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സോളിബിൾ ഫൈബറിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ അത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് പെട്ടെന്ന് കൂടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ്റെ ലെവലും പെട്ടെന്ന് കൂടില്ല. നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസസിനേക്കാളും സ്മൂത്തീസ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന സ്മൂത്തീസിലൂടെ നിങ്ങളുടെ സ്റ്റൊമക്കിൽ ആവശ്യത്തിന് സോളിബിൾ ഫൈബേഴ്സും ഇൻസോളിബിൾ ഫൈബേഴ്സും എത്തുന്നുണ്ട്. ഇത് ഗാസ്ട്രിക് എംപ്റ്റിയിങ് ടൈമിനെ ഡിലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സ്റ്റൊമക്കിൽ നിന്നും ഇൻഡസ്റ്റൈനിലേക്ക് ഈ തരത്തിലുള്ള ഭക്ഷണം പോകുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ സ്പീഡ് കുറയുന്നതിനോടൊപ്പം തന്നെ അതിലടങ്ങിയിരിക്കുന്ന ഫൈബറും ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ്റെ സ്പീഡും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയും ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഹോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടന്റും സ്മൂത്തീസ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും മിക്സറോ ബ്ലെൻഡറോ ഉപയോഗിക്കണം. അതിൽ നിന്നും കിട്ടുന്ന ഫൈബറിൻ്റെയും ക്വാളിറ്റി ഒരേപോലെ ആയിരിക്കുമോ ഇല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്റ്റഡിയിലേക്ക് വരാം. സ്റ്റഡിയിൽ സ്മൂത്തി ഉണ്ടാക്കാൻ അവർ ഉപയോഗിച്ചത് ആപ്പിളും ബ്ലാക്ക്ബെറീസും ആയിരുന്നു. സാധാരണ രീതിയിൽ അധിക സ്മൂത്തീസിൽ ഉപയോഗിക്കുന്നത് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ആണ്. അതിൻ്റെ ഉദാഹരണമാണ് ആപ്പിള്, പിയർ, ബെറീസ് എല്ലാം. സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് അവർ 100 ml വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഐസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ സ്മൂത്തീൻ്റെ വോളിയം എന്ന് പറയുന്നത് 248 ml ആയിരുന്നു. ഇനി സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ 2 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിന് സ്മൂത്തി കൊടുത്തു, മറ്റേ ഗ്രൂപ്പിന് ഹോൾ ആയിട്ടുള്ള ആപ്പിളും ബെറീസും ആണ് കഴിക്കാൻ കൊടുത്തത്. ഹോൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുള്ളവർക്ക് 200 ml വെള്ളം കൂടി എക്സ്ട്രാ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്മൂത്തിയിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു സാധാരണ വലിയ ആപ്പിളിൻ്റെ ഒരൊറ്റ സെർവിങ്ങിൽ നിന്നും നമുക്ക് കിട്ടുന്നത് 3.3 ഗ്രാം ഇൻസോലിബിൾ ഫൈബറും 0.3 ഗ്രാം സോലിബിൾ ഫൈബറുമാണ്. ബെറീസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിനേക്കാളും കൂടുതൽ ഫൈബർ കിട്ടും. ഒരൊറ്റ സെർവിങ് ബ്ലാക്ക് ബെറീസിൽ നിന്നും 6.6 ഗ്രാം ഇൻസോലിബിൾ ഫൈബറും 0.76 ഗ്രാം സോലിബിൾ ഫൈബറും കിട്ടും. ഇനി സ്റ്റഡിയിൽ അവർ പരിശോധിക്കാൻ ശ്രമിച്ചത് സ്മൂത്തീസ് കുടിച്ചിട്ടുള്ള പാർട്ടിസിപ്പൻസിനാണോ അതോ ഹോൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുള്ള പാർട്ടിസിപ്പൻസിനാണോ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് കൂടി വരുന്നതെന്നാണ്. ഈ സ്റ്റഡീന്റെ റിസൾട്ടിലേക്ക് വരാം. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. സ്റ്റഡിയിൽ കണ്ടുപിടിച്ചത് ഹോൾ ഫ്രൂട്ട്സ് കഴിച്ചവർക്കാണ് കഴിച്ചതിന് ശേഷം അവരുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് കൂടുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. സ്മൂത്തീസ് കുടിച്ചവർക്ക് ഗ്ലൂക്കോസിന്റെ അളവ് മെല്ലെ കൂടുന്നതായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ മെല്ലെ കൂടുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രിവെന്റ് ചെയ്യാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും നല്ലതെന്ന് പറയുന്നത്. ഈ സ്റ്റഡീൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇനി മറ്റൊരു സ്റ്റഡി നടത്തിയിട്ടുള്ളത് സ്മൂത്തീസിൽ നിന്നും വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ പല രീതിയിലും കിട്ടുന്നുണ്ടെന്ന് അറിയാം. ഫൈറ്റോ കെമിക്കൽസ് സ്മൂത്തിയിൽ നിന്നും കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സ്റ്റഡീസ് ആയിരുന്നു. അവർ പല തരത്തിലുള്ള സ്മൂത്തീസ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അവർ ഉപയോഗിച്ചിട്ടുള്ള ഫ്രൂട്ട്സിന്റെ കോമ്പിനേഷൻ തന്നെ പല തരത്തിലാണ്. ഫൈറ്റോ കെമിക്കൽസ് നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ബയോ കെമിക്കൽ റിയാക്ഷൻസിന് അത്യാവശ്യമാണ്. പലതരത്തിലുള്ള ഫൈറ്റോ കെമിക്കൽസിനും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. വൈറ്റമിൻസും മിനറൽസും എപ്രകാരമാണോ വർക്ക് ചെയ്യുന്നത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്നത്, അതേപോലെ തന്നെയാണ് ഫൈറ്റോ കെമിക്കൽസും വർക്ക് ചെയ്യുന്നത്. സ്റ്റഡീൻ്റെ അവസാനം അവർ കണ്ടെത്തിയത് സ്മൂത്തീസ് കുടിക്കുന്നവർക്കാണ് ഫ്രൂട്ട് ജ്യൂസസിനേക്കാളും ഫൈറ്റോ കെമിക്കൽസിന്റെ അബ്സോർപ്ഷൻ കൂടി വരുന്നതെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്മൂത്തീസ് വേണമെങ്കിലും ഉണ്ടാക്കാം. അതിലേക്ക് പഞ്ചസാര ഇടാതെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഷുഗർ ആഡ് ചെയ്യുന്ന സമയത്താണ് സ്മൂത്തീസ് അൺഹെൽത്തി ആയി മാറുന്നത്. വേറെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്മൂത്തീസോ ഷേക്സോ കുടിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മീലിന് പകരമായിരിക്കണം. സ്നാക്കിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള 3 മീൽസിൻ്റെ ഇടഭക്ഷണമാക്കിയിട്ട് സ്മൂത്തീസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിലും കൂടുതൽ കാലറീസ് കിട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വെയിറ്റ് കൂടാനും ചാൻസസ് ഉണ്ട്. ഇനി സ്മൂത്തി ആക്കി കഴിഞ്ഞാൽ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുള്ള ഫൈബർ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് കുറയും. പക്ഷേ നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും തീരെ കഴിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ സ്മൂത്തിയിലൂടെ നിങ്ങൾക്ക് ആവശ്യത്തിന് സോലിബിൾ ഫൈബേഴ്സും ഇൻസോലിബിൾ ഫൈബറും കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ കിട്ടുന്ന ഫൈബറിനെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്ലൂക്കോസിന്റെ സ്പൈക്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇൻസുലിൻ്റെ ലെവൽ കുറച്ച് നിർത്താൻ സാധിക്കും. പല തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. ഇനി എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ എന്ത് തരത്തിലുള്ള സ്മൂത്തീസ് ആണ് ഉണ്ടാക്കാറ്, അതിൽ എന്തൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത്, ആ കാര്യം ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി സ്മൂത്തീസ് അല്ല നിങ്ങൾക്ക് ഹോൾ ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കേണ്ടതെങ്കിൽ എത്ര ഫ്രൂട്ട്സ് കഴിക്കണം, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഈ വീഡിയോ കാണുക. ഹെൽത്തി ഫുഡിനെ കുറിച്ചും ഡയറ്റിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിന്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടന്റെ താഴെ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.